മറുപടി ഹായ് ഫ്രണ്ട്സ് കൈപ്പമംഗലം പരാജയപ്പെട്ട 8ാം സ്ഥാനം വിജയിച്ചാൽ സെമി ഫൈനലിൽ ജാസ് വണ്ടൂർ സുൽത്താൻ ബോയ്സ് ബത്തേരി അടുത്ത പോരാട്ടത്തിന് തയ്യാറാണ്. ജാസ് വണ്ടൂർ നിലമ്പൂർ സുൽത്താൻ ബോയ്സ് ബത്തേരി അടുത്ത മത്സരത്തിന് ആവേശകരമായ പോരാട്ടത്തിലേക്ക് വീണ്ടും കടക്കണം. വേദിയാകുന്ന കാഴ്ച ആദ്യ ക്വാർട്ടർ പോരാട്ടത്തിലൂടെ ഒരു വശത്ത് തൃശ്ശൂരിന്റെ പോരാളി കൂട്ടങ്ങളത് ഹായ് ഫ്രണ്ട്സ് കൈപ്പമംഗലം നീലക്കുപ്പായക്കാരിൽ മറുവശത്ത് എറണാകുളത്തിന്റെ അധിപതി കൂട്ടങ്ങൾ പ്രതിഭകളും പ്രതിഭാശാലികളുമായ പോരാളികൾ പ്രതിഭാ പ്രളയക്കാട് ആവേശമത് ആകാശത്തോളം വരുന്ന പോരാട്ടങ്ങൾ കൊണ്ട് അനവധിയായ പടക്കളങ്ങളിൽ നിരവധി ചാമ്പ്യൻ പട്ടത്തിൽ മുപ്പത് മണിമുത്തുകളായി തന്നെ കരിങ്കയുടെ കളിയോട്ട ഭൂമിയിലേക്ക് കടന്നു വന്ന ചാമ്പ്യൻ പോരാളി കൂട്ടങ്ങൾക്ക് പേര് പ്രതിഭാ പ്രളയക്കാട്. അവസാന 9 അടിയിൽ ആടി ഉടയുന്നവർ അവസാന 10 അടിയിൽ വന്ന പ്രതിഭാ പ്രളയക്കാട്. സ്പോൺസർ ചെയ്ത പ്രതിഭാ പ്രളയക്കാട് കേരള വടംവലി മത്സരത്തിന്റെ സെമി ഫൈനലിലേക്ക് പ്രവേശിക്കുന്നു. 8ാം സ്ഥാനക്കാരാണ് ഹായ് ഫ്രണ്ട്സ് കൈപ്പമംഗലം. സമ്മാനങ്ങളെ കോർത്തിറക്കുന്ന സമ്മാന കൂപ്പണുകളുമായി നിങ്ങൾ ഓരോരുത്തരെയും സമീപിക്കുന്നവരും കൂപ്പണുകളെടുത്ത് സഹകരിക്കുക. നമ്മുടെ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ശേഷം ഫൈനലിന് തൊട്ട് മുമ്പായി കൂപ്പൺ നറുക്കെടുപ്പ് നടത്തുന്നതാണ്. 1ാം സമ്മാനം ഇൻബെക്സ് 32 ഇഞ്ച് സ്മാർട്ട് TV വടംവലി പ്രേമി സ്പോൺസർ ചെയ്യുന്നു. 2ാം സമ്മാനം സൈക്കിൾ മിന്നൽ സൈക്കിൾ കോളഞ്ചേരി സമ്മാനിക്കുന്നു. 3ാം സമ്മാനം വെൽഡിംഗ് മെഷീൻ MPK 10 നമ്പർ നൽകുന്നു. 4ാം സമ്മാനം മിക്സി ശ്രീലക്ഷ്മി സ്പോൺസർ ചെയ്യുന്നു. 14ാം സമ്മാനം സുൽത്താൻ ബത്തേരി വയനാട് എറണാകുളത്തെ മണ്ണിലേക്ക് വന്നുപോയ പോരാട്ടഭൂമിയിലെല്ലാം തന്നെ കളം നിറഞ്ഞാടിയ ചരിത്രമുള്ള 2 ചാമ്പ്യൻ ടീമുകൾ ഓണാവേശത്തിന്റെ പോരാട്ട പോരാട്ടങ്ങൾ പടുത്തുയർത്തിയ ബാംഗ്ലൂരിന്റെ മണ്ണിൽ നിന്ന് നഗരകിരീടം കേരളത്തിലെ വണ്ടൂരിന്റെ ഷോക്കേസിലേക്ക് കൊണ്ടുപോയ ജാസ് വണ്ടൂരിന്റെ പടനായകന്മാർ അതിന്റെ തൊട്ടടുത്ത ഞായറാഴ്ച എറണാകുളത്തേക്ക് വണ്ടി കയറിയെത്തി കൊച്ചിയുടെ രാജനഗരിയിൽ ഇടപ്പള്ളിയുടെ മണ്ണിൽ ലുലുമാളിന്റെ അകത്തളത്തിൽ നിന്ന് ഒരു 2ാം സ്ഥാനം അത് ശീതീകരിച്ച AC ഹാളിൽ നിന്ന് വണ്ടൂരിലേക്ക് കൊണ്ടുപോയവർ അന്നത്തെ പടക്കളത്തിന്റെ 4ാം സ്ഥാനക്കാരൻ തന്നെ ഇന്ന് ക്വാർട്ടർ ഫൈനലിൽ നിന്ന് മുഖാമുഖം ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ച. ആവേശത്തിന്റെ ചെറുത യുവനങ്ങളായി കണക്കുകൾ ഒരുപാട് ഇങ്ങനെ പറഞ്ഞു തീർക്കാനുള്ള 14 പടയാളി കൂട്ടങ്ങൾ ആയുധങ്ങളുടെ പ്രതിരൂപങ്ങളുമായി തന്നെ പടക്കളം തേടി എത്തിച്ചേരുന്ന പടയാളി കൂട്ടങ്ങളുടെ തേരോട്ടത്തിലേക്ക് തലച്ചോറിൽ ഇങ്ങനെ കത്തിപ്പടരുന്ന ആവേശവും സിരകളിൽ ഉയരുന്ന ആകാംക്ഷയും മനസ്സിലിങ്ങനെ പുകയുന്ന വാശിയും കണ്ടനാളുകളിൽ ഉയരുന്ന ആർപ്പുവിളികളുടെ മുഖരിതമാകുന്ന കളിയിറങ്ങി വാശിയുടെ യുദ്ധക്കളങ്ങളിൽ എതിരാളികളുടെ നെഞ്ചകത്തേക്ക് തറച്ചു കയറുന്ന ൂരണ്ടുപോലെ ആവേശത്തിന്റെ പോരാട്ടത്തെ സമ്മാനിക്കാൻ 14 പടയാളി കൂട്ടങ്ങളുടെ തേരോട്ടത്തിലേക്ക് വയനാടും കൂട്ടിക്കെട്ടിയ വയനാടിന്റെ മണ്ണിൽ നിന്ന് ചുരമിറങ്ങി വന്ന പോരാളി കൂട്ടങ്ങൾ ഒരു പുറത്തെന്നാൽ മറുപുറത്ത് കളിയാവേശത്തിന്റെ കളിയിറങ്ങി സമ്മാനിക്കുന്ന പടക്കളത്തിലേക്ക് നിരന്തരം തെക്കൻ നാടുകളിൽ പതിയിരിക്കുന്ന ജനവാസത്തെ മാറ്റാനുള്ള വെള്ളത്തോട്ടത്തെ വിറപ്പിച്ചിരുന്ന പോരാളി കൂട്ടങ്ങളുടെ നടുത്തളത്തിൽ നിന്ന് പടക്കളത്തിലേക്ക് ജനവാസത്തെ തുരത്താനായി എത്തിച്ചേർന്ന പോലീസിന്റെ ഒറ്റത്തേക്ക് നിങ്ങളുടെ ഒറ്റം കെട്ടിയിട്ട് വണ്ടൂരിന്റെ വള്ളിപ്പുറ തുള്ളി കൊട്ടിയ കൊൽക്കളിക്കൊട്ട് വിശേഷമായിട്ട് കൈത്താളമിട്ട അതേ വള്ളിപ്പുറയുടെ നാട്ടിൽ നിന്ന് ചെത്തി ഒരുങ്ങിയെടുത്ത ചേരന്മാരെ പോലെ ഈ പടക്കളത്തിലേക്ക് എത്തിച്ചേർന്ന യൂത്തങ്ങളെയും നിർമ്മാണികളെയും വെള്ളപ്പട്ടാളത്തിനെയും കാരോടെയും കരിക്കാച്ചിലുമായി പടപൊരുതിയ പടയാവേശം കളിക്കളത്തിലേക്ക് എതിരാളികൾ ഒരുപാട് നന്നായി പോയതാണോ എന്നറിയില്ല. കേരളത്തിൽ ഇന്നും പറഞ്ഞ പോരാട്ടത്തിന്റെ വേദികളിൽ നിന്ന് കനകഗിരി
കൈയടിച്ച് സ്വീകരിക്കേണ്ട മറ്റൊരു പോരാട്ടത്തിലേക്ക് വീണ്ടും എറണാകുളത്തിന്റെ 14 അധിപതി കൂട്ടങ്ങൾ ചേർന്ന് മടക്കുന്ന കാളകൂട്ട കണ്ടങ്ങളെ ചേരോടുമറിച്ച് ജീവിപ്പായുന്ന വല്ലപ്പുഴക്കാരൻ വെള്ള മുഹമ്മദിന്റെ ജല്ലിക്കെട്ട് കാലങ്ങളെ അനുസ്മരിപ്പിക്കുവാണ് കരിങ്കയുടെ പടക്കളത്തെ പ്രൗഢഗംഭീരമായ പോരാട്ടങ്ങളുടെ സമ്പന്നമാക്കുക ഈ 14 കാളകൂട്ടന്മാർ കൈയോടുകൂടി തന്നെ സ്വീകരിക്കേണ്ടുന്ന പോരാട്ടത്തിലേക്ക് ഒരു പുറത്ത് ചെമ്പട്ടണിഞ്ഞ ചെമ്പടക്കൂട്ടങ്ങളായി ചലഞ്ചേഴ്സ് മറ്റൊരുകൂടി മറുപുറത്ത് മഞ്ഞയിലും ചുവപ്പിലും കറുപ്പിലുമെല്ലാം അണിഞ്ഞൊരുങ്ങിയ കളിക്കൂട്ടുകാർ റോയൽസ് മുപ്പത്തൊന്ന് രാജകീയ പോരാട്ടത്തിന്റെ രാജശില്പികൾ ആവേശമത് ആകാശത്തോളം വരുന്ന പോരാട്ടങ്ങൾ കൊണ്ട് അനവധിയായ പടക്കളങ്ങളെ സമ്പന്നമാക്കി കടന്നു വന്നവർ കൈയടിച്ച് തന്നെ സ്വീകരിക്കുക സെമിഫൈനലിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇടിവെട്ട് പോരാട്ടത്തിന്റെ പൊടിപൂരങ്ങളെ പടുത്തുയർത്തി എതിരിടാൻ വന്ന എതിരാളിക്ക് മുന്നിൽ നനവുണ്ട് പടവാളാക്കി പടപുതിരി വിജയം വരിച്ച പുത്തൂരാംപുത്രി ഉണ്ണിയാർച്ചയുടെ മനക്കരുത്തുമായി മലയാളക്കരയിലെ കമ്പവലിയുടെ തമ്പുരാക്കന്മാർ എതിരാളിയുടെ വിജയമോഹത്തിന്റെ അന്ധകരായി അവതാരമെടുത്ത് 7 കടലുകളിൽ നാടുവിളിക്കുകയും നഗരവിളിക്കുകയും നാൽപ്പടകളിൽ മാറാട്ടം നടത്തി നദിയും നദിമാരും നാടുകഴിയാലും നടക്കില്ലെന്ന് നെഞ്ചുറപ്പോടെ ഏറ്റുപാടുന്ന ചങ്കുറപ്പിന്റെ താരം തമ്പുരാക്കന്മാർ ഒന്ന് കൈയടിച്ച് പ്രിയമുള്ളവരെ ആവേശ പോരാട്ടത്തിന്റെ ആരംഭങ്ങളുമായി ചലഞ്ചേഴ്സ് മറ്റൊരു മുന്നോട്ട് റോയൽസ് കളിക്കൂട്ടുകാരെ പോലെ ഈ പടക്കളങ്ങൾ തേച്ച് വീണിപ്പോൾ കൈയടിച്ച് സ്വീകരിച്ച് ആവേശ പോരാട്ടത്തിലേക്ക് വീണ്ടും ഒന്നൊന്നര 2 വർഷത്തെ മട്ടും കൂടിയല്ല ഈ നാടിന്റെ ക്ഷണം സ്വീകരിച്ച് മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നും കടന്നു വന്ന കായിക പടയാളികൾ ഉദയ പുളിക്കൽ മലപ്പുറം ആവേശ മലകളാകുന്ന പോരാട്ട പോർക്കളങ്ങളിൽ ആവേശത്തിന്റെ ഇന്ദ്രജാലങ്ങളിൽ പടുത്തുയർത്തുന്ന പടയാളി കൂട്ടങ്ങൾ ഇഞ്ചോടിക്ക് പോരാട്ടത്തിന് അന്തം കൂട്ടുന്ന കളിക്കൂട്ടുകാർ കഴിഞ്ഞ സെപ്റ്റംബർ മാസം 28-ാം തീയതി ശനിയാഴ്ച ആലപ്പുഴ പൊന്നമലക്കായലിന്റെ ഓളപ്പരപ്പുകളിൽ തീപ്പൊരി ചിതറി വള്ളംകളി മഹോത്സവം കടന്നുപോയെങ്കിൽ അന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്ക് തൊഴിലെറിഞ്ഞുകൊണ്ട് മതിമതിച്ച് പുതുപുതിച്ച് കടന്നെത്തിയ ചുണ്ടൻ വള്ളങ്ങളെ പോലെ അത് നിരണം ചുണ്ടനോ നടുഭാഗം ചുണ്ടനോ നീയപുരമോ കാരിച്ചാലോ പോലും ആവേശത്തിന്റെ ഇന്ദ്രകാലങ്ങളെ പടുത്തുയർത്തി കൺമോഷനാക്കിക്കൊണ്ട് ആയി പടക്കളം വാഴുന്ന പോലെ ഇപ്പോഴത്തെ പോരാട്ടത്തിലേക്ക് അതേ താളത്തിലും ഇപ്പോഴത്തെ പോരാട്ടത്തിന് ആക്കം കൊടുക്കുന്ന കളിക്കൂട്ടുകാർ കായിക സംഘങ്ങൾ കൈയടിച്ചു തന്നെ സ്വീകരിക്കേണ്ട പോരാട്ടം കായികപ്രേമികളുടെ കൈയെടുത്താത്തിന്റെ പിന്മാറ്റാൻ വീണ്ടും മികവിന്റെ തീരങ്ങളിലേക്ക് പടനയിച്ച് കയറി പോകുന്ന 14 പടയാളി കൂട്ടങ്ങളുടെ പടയോട്ടങ്ങളിലേക്ക് കളിമൈതാനി കടന്നു പോകുന്നു. കാറ്റ് വിളിച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്നത് പോലെ യുദ്ധതാണ്ഡവത്തിന്റെ സമസ്ത തന്ത്രങ്ങളിലും രക്തം നിലച്ചാൽ പിടിച്ചു കെട്ടാൻ കഴിയാത്ത ഒരു പടയോട്ട വേദിയാക്കി തന്നെ ഈ കളിത്തട്ടകത്തെ മാറ്റിമറിക്കുന്ന ഒരു പോരാട്ടം. വൈദേശികാക്രമണത്തിന്റെ കിരാത വാഴ്ചകൾക്ക് മുന്നിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സന്ധിയില്ലാതെ സമരം നടത്തുന്നു. അധിനിവേശ കിരാത ശക്തികളും ജന്മി തമ്പുരാക്കന്മാരും ബ്രിട്ടീഷ് മേധാവികളും വെള്ള പട്ടാളവും ചേർന്ന് കലാപ കലുഷിതമാക്കുവാൻ തുനിഞ്ഞിറങ്ങിയ ഏറനാടിന്റെ ചരിത്ര ഭൂമികളിൽ നിന്ന് പോരാട്ടത്തിലേക്ക് കളിത്തട്ടകം കടന്നു പോകുന്നു. കൈയടിച്ചറിയുള്ള
ഉദയ പുളിക്കൽ കൊണ്ടൂട്ടി.